ചെന്താമര കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷം ഇപ്പോൾ സുധാകരന്റെ മക്കൾ പ്രതികരിക്കും. ഒന്നും പറയില്ല അവർ വെച്ചോട്ടെ ഉണ്ടായിരിക്കും. ഒന്നും പറയില്ല ജോലി കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷ കൊടുക്കണം ഗവൺമെൻറ്, അത്രയും ഞങ്ങൾ പറയാനുള്ളൂ. അവർക്ക് ഇനി ആരുമില്ല, അതുകൊണ്ട് അവർക്കൊരു ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ എൻ്റെ അപേക്ഷ. പിന്നെ പേടി തന്നെ മക്കൾക്ക്, എന്നെ പോലുള്ള ചെന്താമരയുള്ള രൂപം കാണുമ്പോഴേ കുട്ടികൾക്കൊന്നും പേടിയാണ്, രാത്രി മൊത്തം പേടിയാണ്. അതുകൊണ്ടാണ് സജിതയുടെ ചേച്ചിയാണ് സരിത. കുടുംബത്തിന്റെ പ്രതികരണമാണ്. 2 പെൺകുട്ടികളാണ് അനാഥരായി പോയത്. ശിക്ഷാവിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛമ്മയും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ, നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. സുധാകരൻ്റെയും സജിതയുടെയും മക്കളാണ് സംസാരിച്ചത്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയ ക്രൂരനാണ് അല്പസമയം മുൻപ് ഒരു കൂസലുമില്ലാതെ നടന്നുപോയത്. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്, കുടുംബമാണ്, സർവവുമാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കണം, ആ കുട്ടികൾക്കൊരു ജോലി നൽകണം എന്നതൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. ആ കുടുംബം അനാഥമാക്കാൻ ഇടയാക്കിയ ആളാണ് എന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ തൂക്കിക്കൊന്നോളൂ, ഇനിയും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ കോടതിക്ക് മുന്നിൽ അല്പസമയം മുൻപ് വെല്ലുവിളി നടത്തിയത്.